പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തൊരു ഇവൻഫുള്ളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് നടക്കുന്നതെന്ന് നോക്കണം. പരിശുദ്ധാത്മാവ് വരുന്നു. യൗസേപ്പ് പിതാവ് പരിശുദ്ധ മാതാവിനെ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ആ സമയം മാലാഖ പ്രത്യക്ഷപ്പെടുന്നു. യൗസേപ്പ് പിതാവ് തീരുമാനം മാറ്റുന്നു. ഇങ്ങനെ മാലാഖയും പരിശുദ്ധാത്മാവും യൗസേപ്പ് പിതാവും മാതാവും ഒക്കെ ആയിട്ട് ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഒരു സുവിശേഷ ഭാഗം കാണാൻ പറ്റും. അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, നമ്മളെ അത്രയ്ക്ക് ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന 2 വാഗ്ദാനങ്ങൾ. നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും എന്നുള്ളത് ഒരെണ്ണം. രണ്ടാമത്തേത്, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. എന്നിട്ട് പറയും, പ്രവാചകൻ വഴി അരുൾ ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് സംഭവിച്ചത്. മാലാഖയും പ്രവാചകനും പരിശുദ്ധാത്മാവും വിശുദ്ധ യൗസേപ്പ് പിതാവും പരിശുദ്ധ മാതാവും ഒക്കെ ആയിട്ട് ഈശോയുടെ ജനനത്തിന് വേണ്ടി എന്തൊരു ഒരുക്കമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. കർത്താവ് ജനിക്കാൻ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരേണ്ട ഒരുക്കത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതം ഒന്ന് കളർഫുള്ളാവുന്നതിനെ കുറിച്ച് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തും. ഇത്ര വലിയ ഒരുക്കം ഇങ്ങനെ നടത്തി കാത്തിരിക്കേണ്ട ദിവസങ്ങളാണെന്ന് ഈ 17-ാം തീയതി മുതൽ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ചൊല്ലാൻ പറഞ്ഞ് സഭ നമ്മളെ ഓർമ്മപ്പെടുത്തും. അല്ലെങ്കിലും ഈ ക്രിസ്തുമസ് വരണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാടും വീടും വഴിയിടങ്ങളും വഴിയോര കച്ചവടങ്ങളും പ്രധാനപ്പെട്ട കടകളും തുണിക്കടകളും മറ്റ് എല്ലാം ഈ ബ്രോഡ്വേ ഒക്കെ ഒന്ന് നോക്കണം. എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് നോക്കണം. ക്രിസ്തുമസ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ നിറയുന്ന, നമുക്ക് ചുറ്റും നിറയുന്ന വലിയ സന്തോഷമാണ്. അത്രയ്ക്ക് കളർഫുൾ ആവുന്നുണ്ട് ലോകം. അത് ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റമാണ്. ഇത്രയും നാൾ സങ്കടത്തിലൂടെ കടന്നു പോയിരുന്ന മനുഷ്യരുടെ മുഖത്തൊക്കെ പതിയെ നക്ഷത്രത്തിൻ്റെ വെളിച്ചം ഉദിക്കുന്നു. ഇത്രയും നാൾ പരാതി പറഞ്ഞിരുന്ന, ഇല്ലായ്മ മാത്രം പറഞ്ഞിരുന്നവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ സമൃദ്ധിയുടെ നിറവ് പോലെ വെളിച്ചം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. കൂരിരുട്ട് മാത്രം ഉണ്ടായിരുന്ന ഇടവഴികളിൽ ഇപ്പോൾ ഇങ്ങനെ വെളിച്ചം പരക്കുന്നു. വലിയ വലിയ കലഹങ്ങളും ഒച്ചപ്പാടുകളും നടന്നിരുന്ന ഇടങ്ങളിൽ ഇപ്പോൾ ഇങ്ങനെ കരോൾ ഗീതങ്ങൾ ഉയരുന്നു. ശരിക്കും ഈ ക്രിസ്തുവിൻ്റെ വരവ് ലോകത്തെ മാറ്റിമറിക്കുന്നുണ്ട്. അത് ചരിത്രത്തെ തന്നെ വിഭജിച്ചു എന്ന് AD BC എന്നൊക്കെ 2ആക്കി ചരിത്രത്തെ വിഭജിച്ചു എന്നൊക്കെ ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിലത്രയ്ക്ക് വലിയ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. വെറുതെ ഈ ഒരു വർഷത്തെ ക്രിസ്തുമസ് എടുത്താൽ മതി. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ നാടിനെ, നമ്മുടെ ചുറ്റുപാടുകളെ അത് എത്രമാത്രം മാറ്റുന്നതെന്ന്. എല്ലാവരും ഇങ്ങനെ ഒരുക്കത്തിലാണ്. ലൈഫൊന്ന് കളർഫുൾ ആകാനായിട്ടുള്ള ദിവസങ്ങളാണിത്. കാരണം ഹീസ് കമ്മിങ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കർത്താവ് വളരെ അടുത്തെത്തിയിരിക്കുന്നു. ഇതാ നിങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിക്കാൻ വരുന്നു, അവിടുന്ന് അടുത്തെത്തിയിരിക്കുന്നു. ഞാൻ പറയുന്നു, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. വീണ്ടും പറയുന്നു, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. കാരണം അവിടുന്ന് ഇതാ തൊട്ടടുത്തെത്തിയിരിക്കുന്നു. വചനം പറയുന്ന കാര്യമാണ്. നിങ്ങളുടെ ദൈവം തൻ്റെ പ്രതിഫലവുമായി വന്ന് നിങ്ങളെ രക്ഷിക്കും. ഇങ്ങനെ ഒരുങ്ങാനായിട്ട് നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്തു ജനിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന് ഈ ഒരുക്കം നടത്തി കാത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തി തരും. സ്വർഗം താണിറങ്ങി വരുന്നത് പോലെ പ്രവാചകന്മാരുടെ പ്രവചനസ്വരം നമ്മുടെ കാതുകളിൽ പതിക്കും. മാലാഖമാര് നമുക്ക് വഴികാട്ടിയാവും. വിശുദ്ധ യൗസേപ്പ് പിതാവും പരിശുദ്ധ മാതാവും നമ്മളുടെ ജീവിതത്തെ ഇങ്ങനെ ഉണ്ണീശോയ്ക്ക് വേണ്ടി ഒരുങ്ങാനായിട്ട് ഓർമ്മപ്പെടുത്തും. ജീവിതം മുഴുവൻ ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരുക്കമായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത് പോലെ സ്വർഗം താണിറങ്ങി വന്നതുപോലുള്ളൊരു അനുഭവം നമ്മുടെ ജീവിതത്തെ തൊടട്ടെ, നമ്മുടെ പരിസരങ്ങളെ തൊടട്ടെ. കാരണം ഹീസ് കമ്മിങ്. അത്രയ്ക്ക് തീക്ഷ്ണതയോടെ വളരെ ഇൻറ്റൻസ് ആയിട്ട് കാത്തിരിക്കാനായിട്ടുള്ള കുറച്ച് ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇനി കളയാനായിട്ട് നമുക്ക് സമയമില്ല. എവിടെയൊക്കെയാണോ നിറം കുറവുള്ളത്, അവിടെയൊക്കെ ഇങ്ങനെ ക്രിസ്തുമസിൻ്റെ വിശേഷപ്പെട്ട നിറങ്ങൾ പൂശാനായിട്ടുള്ള സമയമാണ്. എവിടെയൊക്കെയാണോ വെട്ടം കുറവുള്ളത്, അവിടെയൊക്കെ തിരുപ്പിറവിയുടെ ഇങ്ങനെ വെളിച്ചം കൊളുത്തി കൊടുക്കാനായിട്ടുള്ള സമയമാണ്. മടിച്ചു നിൽക്കരുതെന്ന്. ഇനി ചിലർ കഴിഞ്ഞ ദിവസം ഇങ്ങനെ തർക്കിക്കുന്നത് കേട്ടു, 24-ാം തീയതി രാത്രി നക്ഷത്രം ഇട്ടാൽ പോരെ.
ഇത് ക്രിസ്തുമസ് ഒരൊറ്റ ദിവസത്തിൻ്റെ കാര്യമൊന്നുമല്ല. ഇതിൻ്റെ ഒരുക്കത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ദിവസങ്ങളിൽ ജീവിതത്തിന് കിട്ടുന്ന ആഹ്ലാദം കൂടെയാണ്. ആഹ്ലാദം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ക്രിസ്തുമസിൻ്റെ സന്തോഷത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണേ. ആ ഒരു ഒരുക്കം ഇനിയും ആരംഭിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം തുടങ്ങാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് വചനം പറയണേ. എവിടെയായിരിക്കുന്നോ അവിടെ നിന്ന് എഴുന്നേറ്റ് നോക്ക്. നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തിന് നക്ഷത്രം ഉണ്ടാകുന്ന നോക്ക്. ഈ പുൽക്കൂടിനൊക്കെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടോയെന്ന് നോക്ക്. ട്രീ ഒരെണ്ണം വെട്ടിവെച്ചിട്ടുണ്ടോ എന്ന് നോക്ക്. ഇല്ലെങ്കിൽ ഇതൊക്കെ തുടങ്ങാനായിട്ടുള്ള സമയമാണ്. അത്രയ്ക്ക് ജീവിതം മാറാനായിട്ടുള്ള ഒരുക്കത്തിൻ്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഹീ ഈസ് കമ്മിങ്. കർത്താവ് വരുന്നുണ്ട്. വലിയ തീക്ഷ്ണതയോടെയും ഒരുപാട് ആഗ്രഹത്തോടെയും ഒരുക്കത്തോടെയും കാത്തിരിക്കേണ്ട ദിവസങ്ങൾ. കർത്താവെ, ഞങ്ങളെ ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കും. ഈശോ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. യു മസ്റ്റ് ബി പ്രിപ്പയർഡ് ഇനഫ്. നിങ്ങളും തയ്യാറായിരിക്കണം, നിങ്ങൾ റെഡിയായിരിക്കും. കർത്താവെ, ഞങ്ങളിതാ അങ്ങയെ സ്വീകരിക്കാനായിട്ടുള്ള ഒരുക്കങ്ങളുമായിട്ട് ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ പരിസരങ്ങളെയും മാറ്റിമറിക്കുന്ന അത്ര വലിയ തീക്ഷ്ണതയോടുകൂടെയുള്ള ഒരുക്കത്തിലേക്ക് ഞങ്ങളും പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങേക്ക് വേണ്ടി ഇത് ഏറ്റവും നല്ല ഒരുക്കം നടത്താൻ അങ്ങ് തന്നെ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ ജീവിതം ഈ നിമിഷം മുതൽ ഇനി പഴയതല്ല, നമ്മൾ വലിയ സന്തോഷത്തിലേക്ക് കാലെടുത്ത് വെക്കാം. കർത്താവെ, അതിനായി ഞങ്ങളെ ആശീർവദിക്കാൻ മനസ്സാകണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് മുട്ടിന്മേൽ നിൽക്കാം. കർത്താവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാം. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിതം ഇങ്ങനെ നിറമുള്ളതാകാനും ഉള്ളു നിറഞ്ഞ് സന്തോഷം വരാനുമൊക്കെ കാരണം ആ 2 വാഗ്ദാനങ്ങളാണ്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. പാപം മോചിപ്പിക്കപ്പെട്ട, പാപത്തിൽ നിന്ന്, അതിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിമുക്തി കിട്ടിയ മനുഷ്യരുടെ സന്തോഷത്തിന് അതിരുകളില്ലെന്നേ. ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. ദൈവം നമ്മോടുകൂടെ എന്ന് അർത്ഥം. കൂടെ കർത്താവുള്ളപ്പോൾ പിന്നെ സന്തോഷമല്ലാതെ ജീവിതത്തിന് മറ്റെന്താണ് ജീവിതത്തിൽ നിറയാൻ പോകുന്നത്? കർത്താവെ, ഈ ഒരു സന്തോഷത്തിലിങ്ങനെ അങ്ങേക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാനും ഈ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാനും കൃപ തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ശാന്തമായ ഉറക്കത്തിലേക്ക് പോകാം. സന്തോഷകരമായ സ്വപ്നങ്ങൾ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.